എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാളെ നടക്കാനിരിക്കുന്ന സിവിൽ പോലീസ് ഓഫീസർ എക്സാമിന് മുന്നോടിയായിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് വിഭാഗത്തിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, നിലവിലെ കേരള സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരാണ്? രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തലയാണ് നിലവിലെ കേരള സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി. കേരള പോലീസിലെ ഏറ്റവും ഉയർന്ന പദവി വഹിക്കുന്നത് ആരാണ്? സംസ്ഥാന പോലീസ് മേധാവി. DGP ആണ് കേരള പോലീസിലെ ഏറ്റവും ഉയർന്ന പദവി വഹിക്കുന്നത്. നിലവിലെ കേരള സംസ്ഥാന പോലീസ് മേധാവി ആരാണ്? റവാഡ ചന്ദ്രശേഖർ. റവാഡ ചന്ദ്രശേഖറാണ് നിലവിലെ കേരള സംസ്ഥാന പോലീസ് മേധാവി. BNSന് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് എന്നാണ്? 2023 ഡിസംബർ 25. 2023 ഡിസംബർ 25-നാണ് BNSന് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത്. 2011 കേരള പോലീസ് ആക്ട് നിലവിൽ വന്ന തീയതി എന്നാണ്? 2011 ഫെബ്രുവരി 15. 2011 ഫെബ്രുവരി 15-നാണ് 2011 കേരള പോലീസ് ആക്ട് നിലവിൽ വന്നത്. 1860 ഇന്ത്യൻ പീനൽ കോഡ് റദ്ദാക്കി ഭാരതീയ ന്യായ സംഹിത 2023 നിലവിൽ വന്ന തീയതി എന്നാണ്? 2024 ജൂലൈ 1. 2024 ജൂലൈ 1-നാണ് 1860 ഇന്ത്യൻ പീനൽ കോഡ് റദ്ദാക്കി ഭാരതീയ ന്യായ സംഹിത 2023 നിലവിൽ വന്നത്. ഭാരതീയ സാക്ഷ്യ അധിനിയമം 2023 നിയമപരമായി പ്രാബല്യത്തിൽ വന്ന തീയതി എന്നാണ്? 2024 ജൂലൈ 1. 2024 ജൂലൈ 1-നാണ് ഭാരതീയ സാക്ഷ്യ അധിനിയമം 2023 നിയമപരമായി പ്രാബല്യത്തിൽ വന്നത്. ഭാരതീയ സാക്ഷ്യ അധിനിയമം 2023 ഏത് പഴയ നിയമത്തിന് പകരമായാണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയത്? ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872. ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 പകരമായാണ് ഭാരതീയ സാക്ഷ്യ അധിനിയമം 2023 നിലവിൽ വന്നത്. പുതിയ ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിൽ ആകെ എത്ര അധ്യായങ്ങളും സെക്ഷനുകളും ഉണ്ട്? 12 അധ്യായങ്ങളും 170 സെക്ഷനുകളും. 12 അധ്യായങ്ങളും 170 സെക്ഷനുകളുമാണ് പുതിയ ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിൽ ആകെ ഉള്ളത്. BNSൽ പുതുതായി ഉൾപ്പെടുത്തിയ ശിക്ഷാ രീതി? നിർബന്ധിത സാമൂഹ്യ പ്രവർത്തനം. നിർബന്ധിത സാമൂഹ്യ പ്രവർത്തനമാണ് BNSൽ പുതുതായി ഉൾപ്പെടുത്തിയ ശിക്ഷാ രീതി. പോക്സോ ആക്ടിന് അംഗീകാരം ലഭിച്ച വർഷം? 2012 ജൂൺ 19. 2012 ജൂൺ 19-നാണ് പോക്സോ ആക്ടിന് അംഗീകാരം ലഭിച്ചത്. പോക്സോ ആക്ട് നിലവിൽ വന്ന വർഷം? 2012 നവംബർ 14. 2012 നവംബർ 14-ആണ് പോക്സോ ആക്ട് നിലവിൽ വന്ന വർഷം. പോക്സോ നിയമ ഭേദഗതിക്ക് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ച വർഷം ഏതാണ്? 2019 ആഗസ്റ്റ് 5. 2019 ഓഗസ്റ്റ് 5-ആണ് പോക്സോ നിയമ ഭേദഗതിക്ക് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ച വർഷം. കേരള പോലീസ് നിർവചിച്ചിരിക്കുന്ന കേരള പോലീസ് നിയമത്തിലെ അധ്യായം? അധ്യായം 4. അധ്യായം 4-ആണ് കേരള പോലീസ് നിർവചിച്ചിരിക്കുന്ന കേരള പോലീസ് നിയമത്തിലെ അധ്യായം. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 ആകെ എത്ര അധ്യായങ്ങളും സെക്ഷനുകളുമാണ് ഉള്ളത്? BNSൽ ആകെ എത്ര അധ്യായങ്ങളും സെക്ഷനുകളുമാണ് ഉള്ളത്? 39 അധ്യായങ്ങൾ 531 സെക്ഷനുകളും. 39 അധ്യായങ്ങളും 531 സെക്ഷനുകളുമാണ് BNSൽ ഉള്ളത്. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ 24 മണിക്കൂറിനകം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന BNSലെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 58. സെക്ഷൻ 58-ആണ് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ 24 മണിക്കൂറിനകം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന BNSലെ സെക്ഷൻ. BNSന്റെ 185-ാം വകുപ്പ് പ്രകാരം ഒരു സെർച്ച് നടത്തിയാൽ ആയതിന്റെ റിപ്പോർട്ട് എത്ര മണിക്കൂറിനുള്ളിലാണ് മജിസ്ട്രേറ്റിന് സമർപ്പിക്കേണ്ടത്? 48 മണിക്കൂർ. 48 മണിക്കൂറാണ് BNSന്റെ 185-ാം വകുപ്പ് പ്രകാരം ഒരു സെർച്ച് നടത്തിയാൽ ആയതിന്റെ റിപ്പോർട്ട്
മജിസ്ട്രേറ്റിന് മുന്നിൽ സമർപ്പിക്കേണ്ടത്. പുതിയ BNSS നിയമപ്രകാരം സീറോ FIR രജിസ്റ്റർ ചെയ്യുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 173. സെക്ഷൻ 173 പുതിയ BNSS നിയമപ്രകാരം സീറോ FIR രജിസ്റ്റർ ചെയ്യുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ. പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം ഏത് തരത്തിൽ ആയിരിക്കണമെന്ന് വിശദമാക്കിയിട്ടുള്ള കേരള പോലീസ് നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 29. സെക്ഷൻ 29 പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം ഏത് തരത്തിൽ ആയിരിക്കണമെന്ന് വിശദമാക്കിയിട്ടുള്ള കേരള പോലീസ് നിയമത്തിലെ വകുപ്പ്. കേരള പോലീസ് നിയമത്തിലെ 61 വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദുരന്തബാധിത പ്രദേശങ്ങളിലെ പ്രവർത്തനം. കേരള പോലീസ് നിയമത്തിലെ 61 വകുപ്പ് ദുരന്തബാധിത പ്രദേശങ്ങളിലെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിവരാവകാശ നിയമപ്രകാരം മനുഷ്യാവകാശ ആരോപണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ വിവരം അപേക്ഷ ലഭിച്ച എത്ര ദിവസത്തിനകം നൽകിയിരിക്കണം? 45 ദിവസത്തിനകം. 45 ദിവസത്തിനകം വിവരാവകാശ നിയമപ്രകാരം മനുഷ്യാവകാശ ആരോപണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ വിവരം അപേക്ഷകന് ലഭിച്ചിരിക്കണം. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകുന്ന തീയതിക്ക് എത്ര വർഷം വരെ മുൻപ് നടന്നതോ സംഭവിച്ചതോ ആയ ഏതെങ്കിലും വിവരം അപേക്ഷകന് നൽകണമെന്നാണ് വിവരാവകാശ നിയമത്തിൻ്റെ വകുപ്പ് 8 പറയുന്നത്. 20 വർഷം. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകുന്ന തീയതിക്ക് 20 വർഷം വരെ മുൻപ് നടന്നതോ സംഭവിച്ചതോ ആയ ഏതെങ്കിലും വിവരം അപേക്ഷകന് നൽകണമെന്നാണ് വിവരാവകാശ നിയമത്തിൻ്റെ വകുപ്പ് 8 പറയുന്നത്. ഔദ്യോഗിക വെബ്സൈറ്റ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുന്ന പ്രവർത്തനം ഏത്? ഫിഷിംഗ് ആണ് ഔദ്യോഗിക വെബ്സൈറ്റ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുന്ന പ്രവർത്തനം. ഇലക്ട്രോണിക് രീതിയിൽ അശ്ലീലം പ്രചരിപ്പിക്കുന്നത് തടയുന്ന IT നിയമത്തിലെ വകുപ്പ് ഏത്? വകുപ്പ് 67. വകുപ്പ് 67 ഇലക്ട്രോണിക് രീതിയിൽ അശ്ലീലം പ്രചരിപ്പിക്കുന്നത് തടയുന്ന IT നിയമത്തിലെ വകുപ്പ്. പോക്സോ നിയമപ്രകാരം തെറ്റായ പരാതിയോ വിവരമോ നൽകുന്നത് കുറ്റകരമാകുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 22. സെക്ഷൻ 22 പ്രകാരമാണ് പോക്സോ നിയമപ്രകാരം തെറ്റായ പരാതിയോ വിവരമോ നൽകുന്നത് കുറ്റകരമാകുന്നത്. ഭാരതീയ ന്യായ സംഹിത 2023 പ്രകാരം തടവ് ശിക്ഷ എത്ര തരത്തിലുണ്ട്? 2 തരത്തിലാണ് ഭാരതീയ ന്യായ സംഹിത 2023 പ്രകാരം തടവ് ശിക്ഷ ഉള്ളത്. ബലാത്സംഗം എന്ന കുറ്റകൃത്യം ആദ്യം നിർവചിച്ചിരിക്കുന്ന പുതിയ വകുപ്പ് ഏതാണ്? വകുപ്പ് 63. വകുപ്പ് 63 ബലാത്സംഗം എന്ന കുറ്റകൃത്യം ആദ്യം നിർവചിച്ചിരിക്കുന്ന പുതിയ വകുപ്പ്. കോടതിക്ക് ഏകാന്ത തടവ് ശിക്ഷയ്ക്ക് ഉത്തരവിടാൻ കഴിയുന്ന പരമാവധി കാലാവധി എത്രയാണ്? 3 മാസം. 3 മാസമാണ് കോടതിക്ക് ഏകാന്ത തടവ് ശിക്ഷയ്ക്ക് ഉത്തരവിടാൻ കഴിയുന്ന പരമാവധി കാലാവധി. ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ മോശമായതിനാൽ അയാളുടെ പ്രവൃത്തി കുറ്റകരമല്ലെന്ന് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 22. സെക്ഷൻ 22 ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ മോശമായതിനാൽ അയാളുടെ പ്രവൃത്തി കുറ്റകരമല്ല എന്ന് പറയുന്ന സെക്ഷൻ. NDPS നിയമത്തിലെ 68F വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അനധികൃത സമ്പാദനത്തിലൂടെയുള്ള സ്വത്ത് കണ്ടുകെട്ടൽ. അനധികൃത സമ്പാദനത്തിലൂടെയുള്ള സ്വത്ത് കണ്ടുകെട്ടലാണ് NDPS നിയമത്തിലെ 68F വകുപ്പ് ബന്ധപ്പെട്ടിരിക്കുന്നത്. NDPS നിയമം നിലവിൽ വന്നത് എന്നാണ്? 1985 നവംബർ 14. 1985 നവംബർ 14 NDPS നിയമം നിലവിൽ വന്നത്. തട്ടിപ്പറിക്കൽ എന്നത് വിശദമാക്കിയിട്ടുള്ള BNSലെ വകുപ്പ്. സെക്ഷൻ 304. സെക്ഷൻ 304 തട്ടിപ്പറിക്കൽ എന്നത് വിശദമാക്കിയിട്ടുള്ള BNSലെ വകുപ്പ്. 21 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ ഇറക്കുമതി ചെയ്യുന്നത് കുറ്റകരമാണെന്ന് വിവരിച്ചിട്ടുള്ള BNSലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 141. സെക്ഷൻ 141 21 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ ഇറക്കുമതി ചെയ്യുന്നത് കുറ്റകരമാണെന്ന് വിവരിച്ചിട്ടുള്ള BNSലെ വകുപ്പ്. ഒരു കേസിന്റെ അന്വേഷണം 24 മണിക്കൂറിനുള്ളിൽ തീർന്നില്ലെങ്കിൽ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ വിശദമാക്കുന്ന BNSSലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 187. സെക്ഷൻ 187
ഒരു കേസിന്റെ അന്വേഷണം 24 മണിക്കൂറിനുള്ളിൽ തീർന്നില്ലെങ്കിൽ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ വിശദമാക്കുന്ന BNSSലെ വകുപ്പ്. BNSലെ ആകെ വകുപ്പുകളുടെ എണ്ണം എത്രയാണ്? 358. 358 വകുപ്പുകളാണ് BNSൽ ആകെ ഉള്ളത്. BNSലെ ആകെ അധ്യായങ്ങളുടെ എണ്ണം എത്രയാണ്? 20. 20 അധ്യായങ്ങളാണ് BNSൽ ആകെയുള്ളത്. പോക്സോ കേസുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ വ്യക്തിത്വം വെളിപ്പെടുത്താൻ പാടില്ലെന്ന് പ്രസ്താവിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 23. സെക്ഷൻ 23 പോക്സോ കേസുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ വ്യക്തിത്വം വെളിപ്പെടുത്താൻ പാടില്ലെന്ന് പ്രസ്താവിക്കുന്ന സെക്ഷൻ. ചൈൽഡ് പോണോഗ്രഫിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 13. സെക്ഷൻ 13 ചൈൽഡ് പോണോഗ്രഫിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യാനുള്ള സമയപരിധി. പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യാൻ സമയപരിധിയില്ല. പോക്സോ നിയമപ്രകാരം ലൈംഗിക പീഡനത്തിലുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 12. സെക്ഷൻ 12 പോക്സോ നിയമപ്രകാരം ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ഒരു കുറ്റകൃത്യം നടത്താൻ ഒരു കുട്ടിയെ ഉപയോഗിക്കുന്ന കുറ്റം ഏത് വകുപ്പിന് കീഴിലാണ്? വകുപ്പ് 95. വകുപ്പ് 95 കീഴിലാണ് ഒരു കുറ്റകൃത്യം നടത്താൻ ഒരു കുട്ടിയെ ഉപയോഗിക്കുന്ന കുറ്റം ഉൾപ്പെടുന്നത്. വിവരസാങ്കേതിക നിയമം 2000 പ്രകാരം കുട്ടികളുടെ അശ്ലീല സാഹിത്യം കുറ്റകൃത്യമായി കണക്കാക്കുന്നതിന് കുട്ടിയുടെ പ്രായം എത്രയാണ്? 18 വയസ്സിൽ താഴെ. 18 വയസ്സിൽ താഴെയാണ് വിവരസാങ്കേതിക നിയമം 2000 പ്രകാരം കുട്ടികളുടെ അശ്ലീല സാഹിത്യം കുറ്റകൃത്യമായി കണക്കാക്കുന്നതിന് കുട്ടിയുടെ പ്രായം. ഒരു സ്ത്രീയെ ഭീഷണിപ്പെടുത്തി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തുന്ന കുറ്റം ഏത് BNS വകുപ്പിന് കീഴിലാണ്? വകുപ്പ് 63. BNS വകുപ്പ് 63 കീഴിലാണ് ഒരു സ്ത്രീയെ ഭീഷണിപ്പെടുത്തി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തുന്ന കുറ്റം ഉൾപ്പെടുന്നത്. വിവാഹ വാഗ്ദാനം നൽകി ഒരു സ്ത്രീയെ വഞ്ചിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തുന്നതിൻ്റെ പരമാവധി ശിക്ഷ എന്താണ്? 10 വർഷം തടവും പിഴയും. 10 വർഷം തടവും പിഴയുമാണ് വിവാഹ വാഗ്ദാനം നൽകി ഒരു സ്ത്രീയെ വഞ്ചിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തുന്നതിൻ്റെ പരമാവധി ശിക്ഷ. കോടതിയുടെ പരിശോധനയ്ക്കായി ഹാജരാക്കുന്ന ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഡിജിറ്റൽ റെക്കോർഡുകൾ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളെയും വിളിക്കുന്നത് എന്താണ്? ഡോക്യുമെൻ്ററി തെളിവ്. ഡോക്യുമെൻ്ററി തെളിവാണ് കോടതിയുടെ പരിശോധനയ്ക്കായി ഹാജരാക്കുന്ന ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഡിജിറ്റൽ റെക്കോർഡുകൾ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും. കമ്പ്യൂട്ടർ ഉറവിടങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് IT ആക്ട് 2000 ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്? വകുപ്പ് 66D. വകുപ്പ് 66D ആണ് കമ്പ്യൂട്ടർ ഉറവിടങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് IT ആക്ട് 2000 വകുപ്പ് പറയുന്നത്. BNS പ്രകാരം ഒരു ശിക്ഷ നടപ്പിലാക്കുമ്പോൾ ഏകാന്ത തടവ് ഒരു സാഹചര്യത്തിലും എത്ര ദിവസം അധികരിക്കാൻ പാടില്ല? 14 ദിവസം. BNS പ്രകാരം ഒരു ശിക്ഷ നടപ്പിലാക്കുമ്പോൾ ഏകാന്ത തടവ് ഒരു സാഹചര്യത്തിലും 14 ദിവസം അധികരിക്കാൻ പാടില്ല. ശിക്ഷകളെപ്പറ്റി പരാമർശിക്കുന്ന BNSലെ വകുപ്പ് ഏതാണ്? വകുപ്പ് 4. വകുപ്പ് 4 ശിക്ഷകളെപ്പറ്റി പരാമർശിക്കുന്ന BNSലെ വകുപ്പ്. BNSന് കീഴിലുള്ള ഇലക്ട്രോണിക് റെക്കോർഡ് നിർവചിച്ചിരിക്കുന്ന വകുപ്പ് ഏതാണ്? വകുപ്പ് 2 ക്ലോസ് 8. വകുപ്പ് 2 ക്ലോസ് 8 BNSന് കീഴിലുള്ള ഇലക്ട്രോണിക് റെക്കോർഡ് നിർവചിച്ചിരിക്കുന്ന വകുപ്പ്. BNS ബ്ലോക്കിന് കീഴിൽ ഏകാന്ത തടവിന് വ്യവസ്ഥ ചെയ്യുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 11. സെക്ഷൻ 11 BNS ബ്ലോക്കിന് കീഴിൽ ഏകാന്ത തടവിന് വ്യവസ്ഥ ചെയ്യുന്ന വകുപ്പ്. ഒരു കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെട്ട ഒരാളെ എത്ര കാലം ഏകാന്ത തടവിൽ പാർപ്പിക്കാം? 3 മാസം. 3 മാസം വരെയാണ് ഒരു കുറ്റകൃത്യത്തിൽ ശിക്ഷിക്കപ്പെട്ട ഒരാളെ ഏകാന്ത തടവിൽ പാർപ്പിക്കേണ്ടത്. ഒരു കുറ്റവാളിക്ക് 1 വർഷത്തിൽ കൂടുതൽ കഠിന തടവ് ശിക്ഷ ലഭിക്കുകയാണെങ്കിൽ ഏകാന്ത തടവ് എത്ര കാലാവധിയിൽ കവിയാൻ പാടില്ല? 3 മാസം. ഒരു കുറ്റവാളിക്ക് 1 വർഷത്തിൽ കൂടുതൽ കഠിന തടവ് ശിക്ഷ ലഭിക്കുകയാണെങ്കിൽ ഏകാന്ത തടവ് 3 മാസത്തിൽ കൂടുതൽ കവിയാൻ പാടില്ല. 2023 ഭാരതീയ ന്യായ സംഹിതയുടെ ഏത് വിഭാഗമാണ് നിയമത്തെക്കുറിച്ചുള്ള അജ്ഞാത ഒഴിവില്ലെന്ന പ്രമാണം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? സെക്ഷൻ 14. 2023 ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 14 അജ്ഞാത ഒഴിവില്ലെന്ന പ്രമാണം ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
2023 ഭാരതീയ ന്യായ സംഹിതയിലെ ഏത് വകുപ്പാണ് ഒരു ജഡ്ജി ജുഡീഷ്യലായി പ്രവർത്തിക്കുമ്പോൾ ചെയ്യുന്ന ഒന്നും കുറ്റകൃത്യമല്ലെന്ന് വ്യക്തമാക്കുന്നത്? സെക്ഷൻ 15. 2023 ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 15 വകുപ്പാണ് ഒരു ജഡ്ജി ജുഡീഷ്യലായി പ്രവർത്തിക്കുമ്പോൾ ചെയ്യുന്ന ഒന്നും കുറ്റകൃത്യമല്ലെന്ന് വ്യക്തമാക്കുന്നത്. വധശിക്ഷ നടപ്പിലാക്കുന്ന ഒരു ആരാച്ചാർ BNSന്റെ ഏത് വകുപ്പ് പ്രകാരമാണ് ക്രിമിനൽ ബാധ്യതയിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്നത്? സെക്ഷൻ 16. വധശിക്ഷ നടപ്പിലാക്കുന്ന ഒരു ആരാച്ചാർ BNSന്റെ സെക്ഷൻ 16 പ്രകാരമാണ് ക്രിമിനൽ ബാധ്യതയിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്നത്. ഒരു വ്യക്തി മറ്റൊരാളുടെ വയൽ തീവെച്ച് നശിപ്പിക്കുന്നു. ഭാരതീയ ന്യായ സംഹിതയനുസരിച്ച് ഇത് ഏത് നിർവചനത്തിൽ ഉൾപ്പെടുന്നു? സെക്ഷൻ 2 ക്ലോസ് 14. സെക്ഷൻ 2 ക്ലോസ് 14 ഒരു വ്യക്തി മറ്റൊരാളുടെ വയൽ തീവെച്ച് നശിപ്പിക്കുന്നത് ഉൾപ്പെടുന്നത്. രമേശ് തൻ്റെ കമ്പ്യൂട്ടറും പ്രിന്ററും ഉപയോഗിച്ച് 500 രൂപയുടെ വ്യാജ നോട്ടുകൾ നിർമ്മിച്ചു. എന്നാൽ കടയിൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് പിടിക്കപ്പെട്ടു. ഇത് ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സെക്ഷൻ 2 ക്ലോസ് 4. സെക്ഷൻ 2 ക്ലോസ് 4മായി ബന്ധപ്പെട്ടതാണ്. രമേശ് തൻ്റെ കമ്പ്യൂട്ടറും പ്രിന്ററും ഉപയോഗിച്ച് 500 രൂപ വ്യാജ നോട്ടുകൾ നിർമ്മിച്ചു. എന്നാൽ കടയിൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് പിടിക്കപ്പെട്ടു. ബലാത്സംഗത്തിനുള്ള ശിക്ഷ എന്താണ്? 10 വർഷത്തിൽ കുറയാത്തതും എന്നാൽ ജീവപര്യന്തം തടവ് വരെ ആകുന്നതുമായ കാലത്തേക്ക് കഠിന തടവും പിഴ ശിക്ഷയും. 10 വർഷത്തിൽ കുറയാത്തതും എന്നാൽ ജീവപര്യന്ത തടവ് വരെ ആകുന്നതുമായ കാലത്തേക്ക് കഠിന തടവും പിഴ ശിക്ഷയുമാണ് ബലാത്സംഗത്തിനുള്ള ശിക്ഷ. 12 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയെ ബലാത്സംഗത്തിന് വിധേയമാക്കിയാൽ ലഭിക്കുന്ന ശിക്ഷ എന്ത്? 20 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തത്തോളം ആകാവുന്നതുമായ കഠിന തടവും പിഴയും അല്ലെങ്കിൽ മരണശിക്ഷയും. 20 വർഷത്തിൽ കുറയാത്ത ജീവപര്യന്തത്തോളം ആകാവുന്നതുമായ കഠിന തടവും പിഴയും അല്ലെങ്കിൽ മരണശിക്ഷയുമാണ് 12 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയെ ബലാത്സംഗത്തിന് വിധേയമാക്കിയാൽ ലഭിക്കുന്ന ശിക്ഷ. കൂട്ട ബലാത്സംഗത്തിൻ്റെ ശിക്ഷ എന്താണ്? 20 വർഷത്തിൽ കുറയാത്ത കഠിന തടവ്. 20 വർഷത്തിൽ കുറയാത്ത കഠിന തടവാണ് കൂട്ട ബലാത്സംഗത്തിന് ലഭിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിത 2023 അനുസരിച്ച് സെക്ഷൻ 2 ക്ലോസ് 13 പ്രകാരം ആശ്രയം നൽകൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഒരു പ്രതിയെ അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്നത്. ഒരു പ്രതിക്ക് താമസ സ്ഥലം, ഭക്ഷണം, പണം എന്നിവ നൽകുന്നത്. ആയുധങ്ങൾ, വെടിമരുന്നുകൾ, യാത്രാ സൗകര്യങ്ങൾ എന്നിവ നൽകുന്നത്. ഒരു പ്രതിയെ അറസ്റ്റിൽ നിന്നും രക്ഷപ്പെടാൻ സഹായിക്കുന്നതും ഒരു പ്രതിക്ക് താമസ സ്ഥലം, ഭക്ഷണം, പണം എന്നിവ നൽകുന്നതും ആയുധങ്ങൾ, വെടിമരുന്നുകൾ, യാത്രാ സൗകര്യങ്ങൾ എന്നിവ നൽകുന്നതും ഭാരതീയ ന്യായ സംഹിത 2023 അനുസരിച്ച് സെക്ഷൻ 2 ക്ലോസ് 13 പ്രകാരം ആശ്രയം നൽകൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സ്ത്രീയെ മാനഭംഗപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി അവളുടെ നേരെ നടത്തുന്ന കയ്യേറ്റമോ കുറ്റകരമായ ബലപ്രയോഗത്തിന് ലഭിക്കുന്ന ശിക്ഷ എന്താണ്? 1 മുതൽ 5 വർഷം വരെ തടവ്. 1 മുതൽ 5 വർഷം വരെ തടവാണ് സ്ത്രീയെ മാനഭംഗപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി അവളുടെ നേരെ നടത്തുന്ന കയ്യേറ്റമോ കുറ്റകരമായ ബലപ്രയോഗത്തിന് ലഭിക്കുന്ന ശിക്ഷ. അശ്രദ്ധമായ ഡ്രൈവിംഗിലും ഓടി രക്ഷപ്പെടലിനും ലഭിക്കുന്ന ശിക്ഷ എന്താണ്? 10 വർഷം വരെ തടവ്. 10 വർഷം വരെ തടവാണ് അശ്രദ്ധമായ ഡ്രൈവിംഗിനും ഓടി രക്ഷപ്പെടലിനും ലഭിക്കുന്ന ശിക്ഷ. ഭാരതീയ ന്യായ സംഹിതയിൽ സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏതാണ്? വകുപ്പ് 80. വകുപ്പ് 80 ഭാരതീയ ന്യായ സംഹിതയിൽ സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ട വകുപ്പ്. BNS പ്രകാരം കുട്ടി എന്ന നിർവചനത്തിൽ വരുന്ന പ്രായപരിധി എത്രയാണ്? 18 വയസ്സിൽ താഴെ. 18 വയസ്സിൽ താഴെയാണ് BNS പ്രകാരം കുട്ടി എന്ന നിർവചനത്തിൽ വരുന്ന പ്രായപരിധി. BNS പ്രകാരം കൊലപാതകം നിർവചിച്ചിരിക്കുന്നത് ഏത് വകുപ്പിലാണ്? വകുപ്പ് 101. വകുപ്പ് 101 BNS പ്രകാരം കൊലപാതകം നിർവചിച്ചിരിക്കുന്നത്. കൊലപാതക കുറ്റത്തിനുള്ള ശിക്ഷ ഏത് വകുപ്പിലാണ്? വകുപ്പ് 103 ക്ലോസ് 1. വകുപ്പ് 103 ക്ലോസ് 1 കൊലപാതക കുറ്റത്തിനുള്ള ശിക്ഷ ഉൾപ്പെടുന്നത്. ജാതിയുടെയോ മതത്തിൻ്റെയോ ഭാഷയുടെയോ പേരിൽ 5 അതിലധികമോ ആളുകൾ ചേർന്ന് നടത്തുന്ന കൊലപാതകങ്ങൾ ഏത് വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? വകുപ്പ് 103 ക്ലോസ് 2. വകുപ്പ് 103 ക്ലോസ് 2 ജാതിയുടെയോ മതത്തിൻ്റെയോ ഭാഷയുടെയോ പേരിൽ 5 അതിലധികമോ ആളുകൾ ചേർന്ന് നടത്തുന്ന കൊലപാതകങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആസിഡ് ആക്രമണം നടത്തുന്ന പ്രതികൾക്ക് നൽകുന്ന ശിക്ഷ എന്താണ്?
കുറഞ്ഞത് 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവും പിഴയും. കുറഞ്ഞത് 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവും പിഴയുമാണ് ആസിഡ് ആക്രമണം നടത്തുന്ന പ്രതികൾക്ക് നൽകുന്ന ശിക്ഷ. വിവാഹ വാഗ്ദാനം നൽകിയോ വ്യാജ തിരിച്ചറിയൽ രേഖകൾ കാണിച്ച് സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതിനെതിരെയുള്ള പുതിയ വകുപ്പ് ഏതാണ്? വകുപ്പ് 69. വകുപ്പ് 69 വിവാഹ വാഗ്ദാനം നൽകിയോ വ്യാജ തിരിച്ചറിയൽ രേഖകൾ കാണിച്ച് സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതിനെതിരെയുള്ള പുതിയ വകുപ്പ്. BNS പ്രകാരം സംഘടിത കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന പുതിയ വകുപ്പ് ഏതാണ്? വകുപ്പ് 111. വകുപ്പ് 111 BNS പ്രകാരം സംഘടിത കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന പുതിയ വകുപ്പ്. ചതി, വഞ്ചന എന്നിവയ്ക്കെതിരെ ചുമത്തുന്ന പുതിയ വകുപ്പ് ഏതാണ്? വകുപ്പ് 318. വകുപ്പ് 318 ചതി, വഞ്ചന എന്നിവയ്ക്കെതിരെ ചുമത്തുന്ന പുതിയ വകുപ്പ്. അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് തൻ്റെ അവകാശങ്ങളെക്കുറിച്ചും ജാമ്യത്തിനുമുള്ള അർഹതയെക്കുറിച്ചും വിവരം നൽകണമെന്ന് നിർബന്ധമാക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 47. സെക്ഷൻ 47 അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് തൻ്റെ അവകാശങ്ങളെക്കുറിച്ചും ജാമ്യത്തിനും ഉള്ള അർഹതയെക്കുറിച്ചും വിവരം നൽകണമെന്ന് നിർബന്ധമാക്കുന്ന വകുപ്പ്. വാറന്റില്ലാതെ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഓഫീസർക്ക് അധികാരം നൽകുന്ന BNSSലെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 35. സെക്ഷൻ 35 വാറന്റില്ലാതെ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഓഫീസർക്ക് അധികാരം നൽകുന്ന BNSSലെ സെക്ഷൻ. നിയമപരമായി ഒരു അന്വേഷണം നടത്തുവാൻ ഔദ്യോഗിക അധികാരമുള്ളത് ആർക്കാണ്? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ കോടതി ചുമതലപ്പെടുത്തുന്ന മറ്റേതെങ്കിലും വ്യക്തിക്ക്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ കോടതി ചുമതലപ്പെടുത്തുന്ന മറ്റേതെങ്കിലും വ്യക്തിക്കാണ് നിയമപരമായി ഒരു അന്വേഷണം നടത്തുവാൻ ഔദ്യോഗിക അധികാരം ഉള്ളത്. ക്രമസമാധാന പാലനത്തിനായി മജിസ്ട്രേറ്റിന്റെ പ്രത്യേക ഉത്തരവില്ലാതെ പോലീസിന് ഒരു വ്യക്തിയെ പരമാവധി എത്ര സമയം കരുതൽ തടങ്കലിൽ വെക്കാൻ സാധിക്കും? 24 മണിക്കൂർ. 24 മണിക്കൂറാണ് ക്രമസമാധാന പാലനത്തിനായി മജിസ്ട്രേറ്റിന്റെ പ്രത്യേക ഉത്തരവില്ലാതെ പോലീസിനൊരു വ്യക്തിയെ പരമാവധി സമയം കരുതൽ തടങ്കലിൽ വെക്കാൻ സാധിക്കുന്നത്. ഒരു വ്യക്തി ഇലക്ട്രോണിക് FIR ഫയൽ ചെയ്താൽ അതിൽ ഒപ്പുവെക്കുന്നതിനായി എത്ര ദിവസത്തിനുള്ളിൽ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാകണം? 3 ദിവസത്തിനുള്ളിൽ. ഒരു വ്യക്തി ഇലക്ട്രോണിക് FIR ഫയൽ ചെയ്താൽ അതിൽ ഒപ്പുവെക്കുന്നതിനായി 3 ദിവസത്തിനുള്ളിൽ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാകണം. നിയമപ്രകാരം ഒരു വാറന്റ് കേസ് എന്നാൽ എന്താണ്? വധശിക്ഷയോ ജീവപര്യന്തം തടവോ അല്ലെങ്കിൽ 2 വർഷത്തിൽ കൂടുതലോ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യം. വധശിക്ഷയോ ജീവപര്യന്തം തടവോ അല്ലെങ്കിൽ 2 വർഷത്തിൽ കൂടുതലോ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യത്തെയാണ് വാറന്റ് കേസെന്ന് പറയുന്നത്. ലൈംഗിക അതിക്രമത്തിനിരയായ വ്യക്തിയുടെ മെഡിക്കൽ പരിശോധനാ റിപ്പോർട്ട് മെഡിക്കൽ ഓഫീസർ എത്ര ദിവസത്തിനുള്ളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് സമർപ്പിക്കണം? 7 ദിവസത്തിനുള്ളിൽ. 7 ദിവസത്തിനുള്ളിൽ ലൈംഗിക അതിക്രമത്തിനിരയായ വ്യക്തിയുടെ മെഡിക്കൽ പരിശോധനാ റിപ്പോർട്ട് മെഡിക്കൽ ഓഫീസർ അന്വേഷണ ഉദ്യോഗസ്ഥന് സമർപ്പിക്കണം. പോലീസ് നടത്തുന്ന അന്വേഷണമല്ലാതെ മജിസ്ട്രേറ്റ് നേരിട്ട് നടത്തുന്ന നിയമപരമായ പരിശോധനകളെയും നടപടികളെയും വിളിക്കുന്ന പേര് എന്താണ്? എൻക്വയറി. എൻക്വയറിയാണ് പോലീസ് നടത്തുന്ന അന്വേഷണമല്ലാതെ മജിസ്ട്രേറ്റ് നേരിട്ട് നടത്തുന്ന നിയമപരമായ പരിശോധനകളെയും നടപടികളെയും വിളിക്കുന്ന പേര്. ഒരു മജിസ്ട്രേറ്റ് പ്രതിക്ക് ജാമ്യം നിഷേധിച്ചാൽ ജാമ്യത്തിനായി പ്രതിക്ക് ഏത് ഉയർന്ന കോടതികളെയാണ് സമീപിക്കാൻ സാധിക്കുക? സെഷൻസ് കോടതിയെ അല്ലെങ്കിൽ ഹൈക്കോടതിയെ. ഒരു മജിസ്ട്രേറ്റ് പ്രതിക്ക് ജാമ്യം നിഷേധിച്ചാൽ ജാമ്യത്തിനായി പ്രതിക്ക് സെഷൻസ് കോടതിയെ അല്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ സാധിക്കുന്നതാണ്. BSA പ്രകാരം ഡിജിറ്റൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് രേഖകളെ ഏത് തരത്തിലുള്ള തെളിവുകളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? രേഖാമൂലമുള്ള തെളിവ്. BSA പ്രകാരം ഡിജിറ്റൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് രേഖകളെ രേഖാമൂലമുള്ള തെളിവുകളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് മരണമൊഴി തെളിവായി സ്വീകരിക്കുന്നത്? സെക്ഷൻ 26. സെക്ഷൻ 26 ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിലെ മരണമൊഴി തെളിവായി സ്വീകരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥന് മുന്നിൽ നടത്തുന്ന കുറ്റസമ്മതം മൊഴികൾ കോടതിയിൽ തെളിവായി സ്വീകരിക്കാൻ പാടില്ലെന്ന് വ്യക്തമാക്കുന്ന BSA സെക്ഷൻ ഏതാണ്? സെക്ഷൻ 23. പോലീസ് ഉദ്യോഗസ്ഥന് മുന്നിൽ നടത്തുന്ന കുറ്റസമ്മതം മൊഴികൾ കോടതിയിൽ തെളിവായി സ്വീകരിക്കാൻ പാടില്ലെന്ന് വ്യക്തമാക്കുന്ന BSA സെക്ഷൻ.
BSA അനുസരിച്ച് ഇലക്ട്രോണിക് രേഖകൾ കോടതിയിൽ ഹാജരാക്കുമ്പോൾ നൽകേണ്ട പ്രത്യേക സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 63. സെക്ഷൻ 63 BSA അനുസരിച്ച് ഇലക്ട്രോണിക് രേഖകൾ കോടതിയിൽ ഹാജരാക്കുമ്പോൾ നൽകേണ്ട പ്രത്യേക സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ. കുറ്റകൃത്യം നടക്കുന്ന സമയത്ത് പ്രതി മറ്റൊരിടത്തായിരുന്നു എന്ന് സ്ഥാപിക്കുന്ന അലീബി വാദം BSAയിലെ ഏത് സെക്ഷൻ പരിധിയിലാണ് വരുന്നത്? സെക്ഷൻ 9. കുറ്റകൃത്യം നടക്കുന്ന സമയത്ത് പ്രതി മറ്റൊരിടത്തായിരുന്നു എന്ന് സ്ഥാപിക്കുന്ന അലീബി വാദം BSAയിലെ സെക്ഷൻ 9 പരിധിയിലാണ് വരുന്നത്. ഒരു കേസ് തെളിയിക്കുന്നതിനായി കോടതിയിൽ എത്ര സാക്ഷികളെ വിസ്തരിക്കണമെന്നാണ് BSA നിയമം നിഷ്കർഷിച്ചിരിക്കുന്നത്? കൃത്യമായ എണ്ണം നിശ്ചയിച്ചിട്ടില്ല. ഒരു കേസ് തെളിയിക്കുന്നതിനായി കോടതിയിൽ കൃത്യമായി എത്ര സാക്ഷികളെ വിസ്തരിക്കണമെന്ന് BSA നിയമം നിഷ്കർഷിച്ചിട്ടില്ല. ഒരു സ്ത്രീ വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ ആത്മഹത്യ ചെയ്താൽ ഭർത്താവോ ബന്ധുക്കളോ സ്ത്രീധന പീഡനം നടത്തിയിട്ടുണ്ടാകാം എന്ന കോടതിയുടെ അനുമാനത്തെ പറയുന്ന പുതിയ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 117. സെക്ഷൻ 117 ഒരു സ്ത്രീ വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ ആത്മഹത്യ ചെയ്താൽ ഭർത്താവോ ബന്ധുക്കളോ സ്ത്രീധന പീഡനം നടത്തിയിട്ടുണ്ടാകാം എന്ന കോടതിയുടെ അനുമാനത്തെ പറയുന്ന പുതിയ സെക്ഷൻ. ജനമൈത്രി സുരക്ഷാ പദ്ധതി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പോലീസിംഗ് ഔദ്യോഗികമായി ഉൾപ്പെടുത്തിയിരിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 64. സെക്ഷൻ 64 ജനമൈത്രി സുരക്ഷാ പദ്ധതി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പോലീസിംഗ് ഔദ്യോഗികമായി ഉൾപ്പെടുത്തിയിരിക്കുന്ന സെക്ഷൻ. കുറ്റകൃത്യങ്ങൾ തടയുക, റോഡുകളിലെ തടസ്സങ്ങൾ മാറ്റുക, ക്രമസമാധാനം ഉറപ്പാക്കുക എന്നിവ പോലീസിന്റെ കൃത്യങ്ങളായി നിർവചിച്ചിരിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 4. സെക്ഷൻ 4 കുറ്റകൃത്യങ്ങൾ തടയുക, റോഡുകളിലെ തടസ്സങ്ങൾ മാറ്റുക, ക്രമസമാധാനം ഉറപ്പാക്കുക എന്നിവ പോലീസിന്റെ കൃത്യങ്ങളിൽ നിർവചിച്ചിരിക്കുന്ന സെക്ഷൻ.